അങ്ങനെ ആണ് നൈസായിട്ട് ഇവരോടൊക്കെ കമ്പനിയായി ഈ ബന്ധം മുന്നോട്ട് ഇങ്ങനെ പോകുന്നത്. പിന്നെ സർക്കിൾ നമ്മൾ ഒന്നായി. സർക്കിൾ ഒന്നാവണം എങ്ങനെയാണെന്നൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇനി ഇതിൽ പറയാനുള്ള ആളാണ് ബാസിൽ. ബാസിലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കുടുംബത്തിലൊരു സൽക്കാരത്തിന് പോയി. ബാവക്കാക്കാൻ്റെ സൽക്കാരത്തിന് പോകുന്നു. സൽക്കാരത്തിന് പോയപ്പോൾ ഞാനിങ്ങനെ സൽക്കാരത്തിന് നിന്ന് കയറാം. അതിൽ സൈഡത്തെ റൂമിൽ അതിൽ അതെന്താ ഇവിടെ ഈ വരെല്ലാവരും ഇങ്ങനെ പ്രശ്നം എഴുതി. അതിൽ മൂലക്കൊരു ചങ്ങായി ഇൻസൈഡൊക്കെ ഇട്ട് ഈർക്കിളി ഇസ്തിരിയിട്ട് ഇൻസൈഡ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും അതേപോലെ ഒരു ചങ്ങായി മീശയൊക്കെ ഇങ്ങോട്ട് പഠിച്ചിട്ട് സെറാമിക്കിൻ്റെ ടൈൽസ് പോലെ ഉണ്ട് ഇവിടെയൊക്കെ ഇങ്ങോട്ട് തെളുങ്ങ ഇവിടെയൊക്കെ. അപ്പം ആരെങ്കിലും എളാപ്പം മുത്താപ്പം എന്തെങ്കിലും കാട്ടിയാൽ ഒരു ചിരിക്കണ ചങ്ങായി. അതിൽ ഞാൻ ഇതേതാ പുതിയ ഒരാൾ അതിൽ ഞാൻ ചെന്ന് നോക്കി. ബ്രോ ഹായ് ഹായ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ പ്രശ്നമല്ല, ഇപ്പം ചെറുപ്പം തൊട്ടേ എന്താണ് ഈ ഒരു ചിരി കൂടെ കൂട്ടിയ ഒരു ചിരിക്കൂട്ടനാണ് ബാസിൽ. അപ്പം ബാസിലിൻ്റെ അന്ന് മുതലേ ഞാൻ കാണാൻ പ്രത്യേകത നമ്മൾ എന്ത് ചളി പറയുന്നത് ബാസിൽ കടന്ന് ചിരിച്ചിട്ട് ഫുൾ സപ്പോർട്ട് 24/7 ഫുൾ സപ്പോർട്ട്. ഫേസ്ബുക്കിലല്ല റിയൽ ലൈഫിൽ ഒടുക്കത്തെ സപ്പോർട്ട് ഇനി ബാസിൽ മരണ സപ്പോർട്ട് ഇനി നമുക്ക് ചെയ്തു തന്നിരുന്നത്. അങ്ങനെ പിന്നെ ബാസിലും ഞാനും അങ്ങനെ കുടുംബത്തിൽ നിന്ന് കണ്ടുമുട്ടി. പിന്നെ കുറേ കാലം കണ്ടുമുട്ടിയില്ല. പിന്നെ മാർത്തോമ കോളേജിലൊക്കെ ബാസിൽ ചെയർമാനായൊക്കെ വന്നതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വൻ ന്യൂസ് കഴിഞ്ഞു. അതൊക്കെ നമ്മൾ കേട്ട് വീരസാഹസിക കഥകൾ ഒരുപാട് കൊല്ലം കിട്ടാത്ത സീറ്റൊക്കെ തിരിച്ചു പിടിച്ചാണ് ബാസിൽ നേതാവായി വന്നത്. അതൊക്കെ നമ്മൾ കേട്ട് അങ്ങനെ ബാസിൽ പിന്നെ വരുന്നത് ഞാൻ TTC ഞാനും ബാസിലും ഒപ്പാണ് ടീച്ചേഴ്സ് ട്രെയിനിങ് ചെയ്തത്. അതായത് TTC അതിൽ കേട്ടിട്ട് എഴുതി നമ്മളൊപ്പാണ് പാസ്സാവണത്. എനിക്ക് തോന്നുന്നു എനിക്ക് 99 മാർക്കും ബാസിൽ 99 മാർക്കും ഉണ്ട് കേട്ടോ. നമുക്ക് രണ്ടാക്കും 99-98 എന്തായാലും നമുക്ക് രണ്ടാക്കും 99 മാർക്കിലാണ് നമ്മൾ കേട്ടിട്ട് പാസ്സാവുന്നത്. 99 ബാസിലിന് 97 എന്തോ ആണ്. എനിക്കെന്തായാലും 99 ഉണ്ട്. അപ്പം ഇങ്ങനെ മാർക്ക് കിട്ടി പാസ്സായ ആൾക്കാരാണ് ഞങ്ങളാണ് ഞങ്ങളിന്ന് ക്യാമറ ഒക്കെ ചെയ്ത് ഹലോ ബ്രോ ഹലോ ഗൈസ് നമ്മൾ അടുത്ത വ്ളോഗിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു പഴയ കാലമുണ്ട് വർമ്മ സാറേ. കേട്ടത്തിന് 99 മാർക്കിട്ട് ഒരു പഴയ കാലം നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പിന്നെ TTCയിൽ വന്ന് ബാസിലിനെ പരിചയപ്പെട്ട് എൻ്റെ പാട്ടിൽ എന്നെ ഫോക്കസ് ചെയ്യിപ്പിക്കുന്നതിൽ ഒരുപാട് പങ്കുവഹിച്ച വ്യക്തിയാണ് ബാസിൽ. അന്നേ ഒരാൾ കൈകൊട്ടാലും കൈകൊട്ടി ആരും കയറി പാടാത്ത വേദികളിൽ കയറ്റിനെ പാടിപ്പിച്ച് ആകെ മാനം കെടുത്തിനെ ഫുൾ സപ്പോർട്ട് ചെയ്യും. അതായത് ആര് കൈയടിച്ചില്ലും ബാസിൽ കൈയടിച്ച് ഫുൾ സപ്പോർട്ട്. ഒരാളും കാണാത്ത വേദിയിൽ മൈക്ക് ഇട്ടാണെങ്കിൽ മൈക്ക് കൈ തന്ന് പാടിക്കോ പൊള്ളിപ്പാട്ടും എന്ത് പാട്ട് കിഡു എന്നൊക്കെ പറഞ്ഞിട്ട് ബാസിൽ അനാവശ്യമായ സപ്പോർട്ട് ചെയ്യാൻ ചങ്കില്ല ആ ചങ്ങനെ. പക്ഷേ അവൻ്റെ സപ്പോർട്ട് മാഷാള്ള ഇന്ന് ഞാൻ എവിടെയെങ്കിലും എത്തിക്കണേ അതിനൊക്കെ ഭയങ്കര കാരണമാവും. കാരണം ഒരാളും ഒരു ഫ്രണ്ട്സിനെയും സ്റ്റാർട്ടിങ്ങിലൊന്നും അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല. ഒരാവശ്യമില്ലാതെ അവൻ സപ്പോർട്ട് ചെയ്തു. അവനെ 5 പൈസൻ്റെ ഗുണം എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അവന് കിട്ടിയിട്ടുണ്ടായില്ല. പക്ഷേ എങ്കിൽ പിൽക്കാലത്ത് എനിക്കതൊക്കെ ഗുണം ചെയ്തു. എൻ്റെ പാട്ടുകളിലും ഇതിലൊക്കെ എൻ്റെ പരിപാടിക്ക് പോകുമ്പോഴൊക്കെ ബാസിലിൻ്റെ കൂടെ ഉണ്ടാവും. എല്ലാത്തിനും A to Z കാര്യത്തിന് ബാസിലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതേപോലെയാണ് പിന്നെ TTC കഴിഞ്ഞ് നമ്മൾ പിന്നെയും ബാസിലിൻ്റെ TTCയിലിൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ വലങ്കായി എപ്പോഴും A to Z കോപ്പി അടിക്കാൻ എക്സാം എഴുതാനൊക്കെ ബാസിലുണ്ടായിരുന്നു. അങ്ങനെ ബാസിൽ കമ്പനിയായി. പിന്നെ ബാസിൽ നമ്മളെ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ട് സർക്കിളിൽ വന്നു.